നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഉണ്ടാക്കാം. ചോക്ലേറ്റും പാലും എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇത്. അധിക സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് പാലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അത് തിളച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് അഗാറിൻ്റെ 4 ഗ്രാം പൗഡർ അതിനകത്തായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടി കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ ഈ തിളപ്പിച്ച പാല് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെക്കുവാണ്. അതിനകത്ത് ഒരു പാലിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് ഇടുന്നുണ്ട്. ചോക്ലേറ്റ് ചെറിയ പാലിൽ ചൂടോടുകൂടി തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതിൻ്റെ ചൂടൊന്ന് ജസ്റ്റ് കുറയാൻ വേണ്ടി വെക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് ടിന്നാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചൂട് കുറയാൻ വേണ്ടി വെക്കുന്നത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും സ്റ്റീലോ ഗ്ലാസ് ബൗളൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രൂട്ട്സായിട്ട് എടുത്തിരിക്കുന്നത് കിവിയാണ്. നമുക്ക് ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കിവി ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്. അത് ഞാനൊരു അരിപ്പ കൊണ്ട് അരിച്ചാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് പാലിൻ്റെ മിക്സ് ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ ഞാൻ കുറച്ച് കിവി വെക്കുന്നുണ്ട്. ഇപ്പോൾ കിവി അല്ലെങ്കിൽ നമുക്ക് ഏത് ഫ്രൂട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കിവി ആകുമ്പോൾ അതിൻ്റെ ചെറിയൊരു പുളിയും അതിൻ്റെ മധുരവും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും എല്ലാം കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ മീതെ ഞാൻ ചോക്ലേറ്റിൻ്റെ സൊല്യൂഷൻ ഒഴിക്കുവാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് അതൊന്ന് ലെവൽ ചെയ്യുവാണ്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി കിട്ടണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാൽ സെറ്റാക്കി കിട്ടും. നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന മിക്സ് ഞാനൊരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡിലിട്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ്. ആദ്യം വൈറ്റും അതിൻ്റെ മീതെ ചോക്ലേറ്റുമായിട്ടാണ് ഒഴിക്കണേ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടി. സൈഡിൽ കൂടെ വിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഞാനൊരു പാത്രത്തിൽ കമഴ്ത്തി വെച്ചത് തന്നെത്താനെ അങ്ങോട്ട് വിട്ടു പോരുമായിരുന്നു. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ അതും കൂടെ ഒന്ന് പോപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം പോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇനി നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഒന്ന് കട്ട് ചെയ്യാം. നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. മധുരവും കിവിയുടെ ചെറിയൊരു പുളിയും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഒക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ഹാർട്ട് ഷേപ്പിലെ ഡെസേർട്ടും കൂടി എടുത്ത് ചുറ്റിനും ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഡെസേർട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പാല് തിളപ്പിക്കുന്ന താമസമേ ഉള്ളൂ. പിന്നെ അരമണിക്കൂർ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കുന്ന സമയം കൂടി എടുക്കത്തുള്ളൂ. വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഇടണ്ടെന്നുള്ളവർക്ക് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഇച്ചിരി കോഫി പൗഡറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ബൈ.